നമ്മുടെ അന്തരിച്ച നടൻ തിലകൻ ചേട്ടന്റെ പഴയ കുറെ വീഡിയോകൾ ഈ അടുത്തായിട്ട് കുത്തിപ്പൊങ്ങി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കൂടുതലും നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പല ആളുകളും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഞാനപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയൊന്നുമല്ല, എനിക്കത് താല്പര്യമില്ല. എന്നാൽ തിലകൻ ചേട്ടന്റെ ഒരു പഴയ ഇന്റർവ്യൂ ഞാൻ ഇന്ന് കാണാനിടയായി. ആൻഡ് ഈ ഒരു ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് എന്താണെങ്കിലും കുറച്ച് ഗൗരവകരമായിട്ട് നമ്മൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വെച്ച് ട്രിവാൻഡ്രം ബെൽറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു ഗ്യാങ് ഉണ്ട്. അതിൽപ്പെട്ട കുറച്ച് പേര് കൂടിയിട്ട് തിലകനെ അവാർഡിൽ നിന്നും പുറത്താക്കണമെന്ന് ആലോചിച്ചു. അവാർഡിൽ നിന്ന് പുറത്താക്കണ അയാളെ സിനിമയിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമെന്ന് വേറെ അഭിപ്രായം വന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീട്ടിൽ വന്നാൽ കാണാം, 11 അവാർഡുകൾ ഇരിപ്പുണ്ട്, സ്റ്റേറ്റ് അവാർഡുകൾ, ഒരു നാഷണൽ അവാർഡ് ഇരിപ്പുണ്ട്, പിന്നെ വേറെ ഒരുപാട് അവാർഡുകൾ തമിഴ്നാട്ടിലെ അവിടെ ഇവിടുത്തൊക്കെ ഇരിപ്പുണ്ട്. ഈ 11 സ്റ്റേറ്റ് അവാർഡ് എന്ന് പറയുന്നത് ഓരോ വർഷവും എനിക്ക് കിട്ടിയതാണ്, 81 മുതൽ 90 വരെ, അങ്ങനെ സ്ഥിരമായിട്ടാണ്. അപ്പോൾ അവാർഡ് കുത്തകയാണ് ഞാനെന്നാണ് സംസാരം. അപ്പോൾ ഇതിൽ നിന്ന് എന്നെ ഒന്ന് മാറ്റണമെന്ന് കുറച്ച് പേര് വിചാരിച്ചു എന്നുള്ള സത്യമാണ്. ഇത് നടത്തി അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് എനിക്കൊരു ഫോൺ വരുന്നു. ആ ഫോണിൽ പറയുന്നത് ഞാൻ ഈ തിരുവനന്തപുരത്തുള്ളൊരു നായരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ ജാതി ഒന്നും കൂടെ, ഞാനൊരു SNDP കാരനാണ്, ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത് എന്നുള്ള ഇതിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ SN കോളേജിൽ ചേരുമ്പോൾ ജാതിയും മതവും എഴുതാതെ കൊടുത്തതിനാണ് എനിക്ക് ആദ്യത്തെ ബ്ലാക്ക് മാർക്ക് കിട്ടിയത്. അതാണ് ഞാൻ. എന്നോട് ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു നായരാണ്, പക്ഷെ തിരുവനന്തപുരംകാരനല്ല, ഇവിടുത്തെ നായന്മാരിടയ്ക്ക് ഞാനൊന്ന് ജീവിച്ച് പൊയ്ക്കോട്ടെ, അതുകൊണ്ട് എൻ്റെ പേര് പുറത്ത് പറയരുത്, നിങ്ങളെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്മിറ്റി, ഞാനും അതിലുണ്ടെന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനും അതിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളതിലുണ്ടെങ്കിൽ എന്തിനാ എന്നോട് ഇത് വിളിച്ച് പറഞ്ഞത്? നിങ്ങൾ നായരാണല്ലോ. അതെനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, ഒരു കലാകാരൻ എന്നുള്ളതിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ പറഞ്ഞയാൾ അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞെങ്കിലും അമ്മയുടെ മീറ്റിങ്ങിന് 2004 ഞാൻ ഡയസിൽ കയറിയെന്ന് സംസാരിച്ചു. ഇങ്ങനെ നിങ്ങളൊരു മീറ്റിംഗ് കൂടിയില്ലെന്ന് ചോദിക്കേണ്ടി വന്നു. അത് ചോദിച്ചപ്പോൾ എന്നോട് നെറുമുടി വേണു ചോദിച്ചു, ആരാണിത് പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞു MG രാധാകൃഷ്ണനാണെന്ന്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാതിരുന്നാണ്. MG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം, അയ്യേ അങ്ങേര് പറയുന്ന ആരെങ്കിലും വിശ്വസിക്കുമെന്നാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇവിടെ നേരെ ജോയി പറഞ്ഞത്, തിലകൻ ചേട്ടൻ ആര് പറയുന്നത് കേട്ടാലും വിശ്വസിക്കും. അപ്പോൾ തിലകൻ ചേട്ടൻ അവിടെ പറഞ്ഞു വെക്കുന്നതെല്ലാം നിങ്ങൾ കേട്ടല്ലോ. എനിക്കിനകത്ത് കുറച്ച് കാര്യങ്ങൾ തോന്നിയത്, 11 സ്റ്റേറ്റ് അവാർഡ്, ഈ ഇന്റർവ്യൂ വരുന്ന സമയത്ത് തിലകൻ ചേട്ടൻ പറഞ്ഞിരുന്ന മെയിൻ ഒരു കാര്യമാണ്, 11 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു വ്യക്തിയാണ് തിലകൻ ചേട്ടൻ. സോ അങ്ങനെ ഒരു തിലകൻ ചേട്ടനെ, അങ്ങനെയുള്ള തിലകൻ ചേട്ടനെ അത്രയും സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ ഇനിയും സ്റ്റേറ്റ് അവാർഡുകൾ, ഇനി അവാർഡുകൾ മേടിക്കാൻ ആ ഒരു നടനെ സമ്മതിക്കരുത്. അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ആ നടനെ അഭിനയിപ്പിക്കാതിരിക്കണം എന്നാണ് ഈ പറഞ്ഞവന്മാരുടെ ഉദ്ദേശം, അല്ലേ? കാരണം അദ്ദേഹം അഭിനയിച്ചാൽ എന്താണെങ്കിലും ഒരു അവാർഡ് അദ്ദേഹത്തിന് ഉറപ്പാണ്. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു നല്ല കലാകാരൻ, ഒരു നല്ല ഒരു അഭിനേതാവ് ആയതുകൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 11 സ്റ്റേറ്റ് അവാർഡാണ്. ഈ ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടിരിക്കുന്ന ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആങ്കർ വരെ ഒന്ന് വണ്ടറായി കാണും. ഇത്രയും വലിയൊരു മഹാനടന്റെ മുമ്പിൽ ഇരുന്നാണല്ലോ ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കുന്നതെന്ന്. ജനങ്ങൾ അംഗീകരിച്ചു കൊടുത്തതാണ് അദ്ദേഹം ഒരു വലിയ കലാകാരനാണെന്ന്. സിനിമയിലുള്ള ആളുകൾ അംഗീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുജനങ്ങൾ, ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടാണ് നമ്മൾ അംഗീകരിക്കുന്നത്. നമ്മുടെ അംഗീകാരമാണ് ഓരോ നടനും കിട്ടുന്ന സ്റ്റേറ്റ് അവാർഡുകളും, ഓരോ നടനും ഓരോ വർഷം കുത്തനെ ഉയർത്തുന്ന അവരുടെ ഈ ശമ്പളം എല്ലാം നമ്മൾ കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചാണ് അദ്ദേഹത്തിന് ആ ഒരു സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടുന്നത്. അത് ചില ചേട്ടന്മാർക്ക് കണ്ണുകടി, അതിന് കണ്ണുകടി വെച്ചിട്ട് അതിന് അസൂയാണ് ചേട്ടാ, അങ്ങനെ തന്നെ വേണം പറയാൻ. അദ്ദേഹത്തിന് കിട്ടുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾ അദ്ദേഹത്തെക്കാട്ടിലും വലിയൊരു നടൻ അല്ലാത്തത് കൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അദ്ദേഹം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നത് ചെറ്റത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനെ തോൽപ്പിക്കണം. അഭിനയത്തിൽ നിങ്ങൾ അദ്ദേഹത്തിനെ കാട്ടിലും മുൻപന്തിയിൽ എത്തണം, അഭിനയത്തിലൂടെ നിങ്ങളുടെ കഴിവ് കാണിച്ച്. എന്നിട്ട് ആ സ്റ്റേറ്റ് അവാർഡ് മേടിച്ചെടുക്കുന്നതിലുണ്ട് ഒരു നട്ടലുള്ള ഉറപ്പ്, നല്ല നട്ടലുള്ള നട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ. ഞാൻ അവിടെ സ്റ്റക്കായിപ്പോയി.
മനസ്സിലായില്ലേ? അങ്ങനെ വേണം ചെയ്യാൻ. ഒരു ആക്ടർ ആണെങ്കിൽ, ഒരു കലാകാരനാണെങ്കിൽ, അഭിനയത്തിൽ സ്വന്തം നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമായിരുന്നു ചെയ്യാൻ. ഇതിപ്പോ അദ്ദേഹത്തിന് ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടാതിരിക്കാൻ അതിന്റെ പുറകിൽ കളിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു സ്റ്റേറ്റ് അവാർഡ് വേണ്ട, അതിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ആഗ്രഹിച്ച ചേട്ടന്മാരോടാണിത്. ഇതിൽ തന്നെ ഈ ഒരു കുഞ്ഞു ക്ലിപ്പിൽ തന്നെ ഒരു മെയിൻ ഒരു കാര്യം അവിടെ പറഞ്ഞു പോകുന്നുണ്ട്, ജാതി. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇന്നും ഈ ഒരു ജാതി വിവേചനം പല സ്ഥലങ്ങളിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ കമന്റ് ഇട്, നിങ്ങൾ പറ. എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിലേക്കൊക്കെ വരാം. അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ ഈ പറഞ്ഞു വെച്ച ജാതിയുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്ന പറഞ്ഞു വെച്ച അതിന്റെ ഒരു കുറച്ച് ക്ലിപ്പും കൂടെ ഉണ്ട്. അതും കൂടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. നായരായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ തിലകൻ കുറച്ചും കൂടെ വലിയ നിലയിലെത്തുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ഒരു അനുഭവം പറയട്ടെ. 1955 ഞാൻ കോളേജിൽ നിന്ന് പുറത്ത് വന്ന് മുണ്ടക്കയത്ത് റബ്ബർ എസ്റ്റേറ്റിൽ ജീവിക്കുകയാണ്. എനിക്ക് തോന്നി വീട്ടിലൊരു റേഡിയോ ഉണ്ടായിരുന്നു. അതിൽ റേഡിയോ നാടകങ്ങൾ കേട്ടിട്ട് എനിക്ക് റേഡിയോ നാടകത്തിൽ അഭിനയിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എഴുതി കെ സുരേന്ദ്രനാഥ് തിലകൻ എന്നുള്ള പേരുമൊക്കെ വെച്ച് എഴുതി അയച്ചു. അപ്പോൾ അതിനകത്ത് കൊണ്ട് ജാതി. ഞാൻ എഴുതി അയച്ചപ്പോൾ എന്നെ ഓഡിഷന് വേണ്ടി വിളിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഓഡിഷന് വേണ്ടി കാശൊക്കെ കടം മേടിച്ചാണ് വന്നത്. വീട്ടിൽ നിന്ന് തരത്തില്ല ഈ പരിപാടിക്കൊന്നും. ഇവിടെ വന്ന് ഓഡിഷൻ നടത്തി പൊയ്ക്കോ, പുറകെ അറിയിക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു, നിങ്ങളുടെ ശബ്ദം ബ്രോഡ്കാസ്റ്റിങ്ങിന് പറ്റിയതല്ല എന്ന്. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. എൻ്റെ ശബ്ദം ബ്രോഡ്കാസ്റ്റിംഗ്, എൻ്റെ ശബ്ദം വളരെ മനോഹരമാണ്, നല്ല ശബ്ദമാണെന്നൊക്കെ ആൾക്കാർ മുഴുവൻ പറയുന്നു. റേഡിയോ സ്റ്റേഷനുള്ളവർ പറയുന്നു കൊള്ളില്ല എന്ന്. പോട്ടെന്ന് വെച്ചു. എൻ്റെ കൂട്ടുകാരോട് ഞാൻ സംസാരിച്ചപ്പോൾ കൂട്ടുകാർ പല ജാതിക്കാരാണ്, കൂടുതലും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് വിടരുത്, നീ ഒരു കാര്യം ചെയ്യും, നായരെന്ന് വെച്ച് എഴുതാൻ പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞ് സുരേന്ദ്രൻ നായർ എന്ന പേരിൽ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് ഓഡിഷന് കത്ത് വന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഓഡിഷൻ നടത്തി എന്നെ സെലക്ട് ചെയ്തു. ഇതേ ശബ്ദമായിരുന്നു അന്നേരവും. ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വളരെ ഉന്നതിയിൽ പോയി. അന്ധകാലത്ത് തിലകൻ പറഞ്ഞു വെക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാതി വെച്ച് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ തിരിച്ചുള്ള ഒരു റെസ്പോൺസ് ആണിത്. മനസ്സിലായില്ലേ? നായരല്ലാത്തത് കൊണ്ട് തന്നെ ചെന്നപ്പത്തേക്ക് പറഞ്ഞു സൗണ്ട് കൊള്ളില്ല, നീ പൊക്കോ. 1 വർഷം കഴിഞ്ഞ് നായർ എന്ന് പേരിന്റെ കൂടത്തിൽ ചേർത്ത് അങ്ങോട്ട് അയച്ചു, സെലക്റ്റഡ്. ഈ കാസ്റ്റിന്റെ ഇഷ്യൂ വരുമ്പോഴത്തേക്ക് ഇപ്പോഴാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല ഫോമുകൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴും റിലീജിയൻ കാസ്റ്റ് ഈ ഒരു സാധനം വെക്കുന്നു. എന്തിനു വെക്കുന്നു? ഒരു ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഞാൻ കണ്ടതാണ്, കാസ്റ്റ് ചോദിക്കുമ്പോഴത്തേക്ക് അതിന്റെ തൊട്ടിപ്പുറം തന്നെ കാണും, നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും. എങ്കിലും അങ്ങനെ പറയാൻ താല്പര്യമില്ലാത്തവർ പറയണ്ട എന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം അവിടെ ഉണ്ട്. കാസ്റ്റ് ഏതാണെന്ന് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ ഒരു കോളം അവിടെ. എന്തിനത്? ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും അതുണ്ട്. വർണ്ണവിവേചനം എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ജാതി വിവേചനം ഇന്നും ഉണ്ടത് പല രീതിയിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അതിന്റെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. കളർ വെച്ചിട്ടുള്ളത് നമുക്കറിയാം, വർണ്ണം, ഷെഡ്. ജാതി വെച്ചിട്ട് ഇന്നും ഉണ്ടത്. അന്ന് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയായിട്ട് കണക്ട് ചെയ്ത് എല്ലാവരും വീഡിയോ പറയുന്നുണ്ട്, തിലകൻ ചേട്ടൻ അന്ന് പറഞ്ഞതെല്ലാം ഇന്ന് സത്യമായി വരുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു കാസ്റ്റിന്റെ അന്ന് ചേട്ടൻ പറഞ്ഞു വെച്ചതാണ്. ചേട്ടൻ ഒരു റേഡിയോയിൽ പോകുമ്പോൾ ചേട്ടൻ അനുഭവിച്ചത് ചേട്ടൻ ഈ ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ പറയുന്നു, തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെ തന്നെ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല. ഇന്നുമുണ്ട് ജാതി വിവേചനം. ഇല്ലെങ്കിൽ എന്തിന് പല ഫോമുകളിൽ ഇന്നും കൊടുത്തിരിക്കുന്നു. എടുത്ത് ദൂരെ കളയണം. ഈ കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വെക്കുന്ന ഏതൊരു ആപ്ലിക്കേഷൻ ആണെങ്കിലും എടുത്ത് കളയണം. എന്തിനാണത്? ജെൻഡർ ചോദിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ, നമുക്കത് മനസ്സിലാവും. പുരുഷനാണോ സ്ത്രീയാണോ എന്ന് അറിയേണ്ട വരും. ചില ജോലികൾക്ക് സ്ത്രീകളായിരിക്കും വേണ്ടത്, ചില ജോലികൾക്ക് പുരുഷന്മാരായിരിക്കും വേണ്ടത്. അതുകൊണ്ട് അത് മനസ്സിലാക്കാം. പക്ഷെ എന്തിനാണ് ഈ കാസ്റ്റ്? എന്തിന്? ജാതി എന്തിന്? അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടുത്തെ കമ്പനികൾക്കൊക്കെ? പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമാണത്. കുറച്ചും കൂടെ ഉണ്ട് ഈ ഒരു വീഡിയോ, കണ്ടോളുക.
വിശ്വാസം എന്ന നിലയിൽ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ യേശുദാസ് ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകാരൻ എന്നുള്ള പ്രശസ്തിക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? ജഗതി എൻ കെ ആചാര്യ അല്ലെ ജഗതി ശ്രീകുമാറിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി നോക്കിയിട്ടാണ്. ഞാൻ ഈ രണ്ടിനും ഉത്തരം പറയാം. യേശുദാസ് വളരെയധികം കഷ്ടപ്പെട്ടാണ് സിനിമയിൽ പാടാൻ കയറിയതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പേര് യേശു എന്നുള്ളത് കൊണ്ടാണ്. ദാസെന്ന് മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിലും മുമ്പേ കയറാമായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനി അത് സത്യമാണോ കള്ളമാണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്ന് അത് അനുഭവപ്പെട്ടാണ് ഞാൻ കേട്ടിട്ടുമില്ല. ജഗതി ശ്രീകുമാറിൻ്റെ കാര്യം പറഞ്ഞാൽ, ജഗതി ശ്രീകുമാർ ഒരു നല്ല ആർട്ടിസ്റ്റാണ്. ഒരു നല്ല ആർട്ടിസ്റ്റിനെ ഈ ആർട്ടിസ്റ്റുകളുടെ ഇടയ്ക്ക് ആര് വിചാരിച്ചാലും തകർക്കാൻ പറ്റില്ല. അതിന് തെളിവാണ് ജഗതി ശ്രീകുമാറും തിലകനും ഒക്കെ. ഏതൊരു സ്റ്റേജിൽ നിന്നാണെങ്കിലും ആരുടെ മുഖത്ത് നോക്കിയും പറയേണ്ട കാര്യങ്ങൾ വാ തുറന്നു പറയുന്ന രണ്ടുപേരെ മലയാള സിനിമയിൽ ഉണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ കണ്ടുവന്നതിൽ ഒരു പേടിയുമില്ലാതെ മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും. ജഗതി ശ്രീകുമാർ, തിലകൻ, രണ്ടുപേര്. ബാക്കി ഇന്ന് മുൻനിരയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കി ഉൾപ്പെടെ നിങ്ങൾ നോക്കിക്കോളുക. പല കാര്യങ്ങളും അവർ പറയാനുള്ളത് പറയും. പക്ഷേ ഒന്ന് നോക്കിയും കണ്ടും മാത്രമേ അവർ സംസാരിക്കാറുള്ളൂ. തുറന്നടിച്ച് അവരുടെ മനസ്സിലുള്ളത് അവർ പലപ്പോഴും പറയാറില്ല, പലപ്പോഴും. പക്ഷെ അങ്ങനെ രണ്ട് വ്യക്തിയെ ഞാൻ കണ്ടിട്ടുള്ളൂ. ജഗതി ചേട്ടനെയൊക്കെ ഞാൻ ഈ അടുത്തും ഞാനൊരു വീഡിയോയ്ക്കകത്ത് ഒരു ചെറിയൊരു ഷോർട്സ് ചെയ്തപ്പോൾ ഞാനൊരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജഗതി ചേട്ടൻ പ്രോപ്പറായിട്ട് ഒരാളുടെ മുഖത്ത് നോക്കി വായടപ്പിച്ച ഒരു ഇഷ്യൂവിനെ പറ്റി. തിലകൻ ചേട്ടനാണെങ്കിലും പേടിയായിരുന്നു തിലകൻ ചേട്ടനെ പല ആളുകൾക്കും. ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ഒതുക്കാൻ പറ്റില്ല. തിലകൻ ചേട്ടനെ ആണെങ്കിലും പല സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയുമോ എല്ലാവരും ഒത്തുകൂടി നിന്ന് അടിച്ചിട്ടും അദ്ദേഹം അഭിനയിക്കേണ്ട സിനിമകൾ, അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില സിനിമകളിൽ അദ്ദേഹത്തിന് എന്തൊക്കെ പുറത്തുനിന്നുള്ള ഒരു പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. കാരണം അത് ആ ആക്ടറിനെ പറ്റുള്ളൂ. ജഗതി ചേട്ടൻ ഹ്യൂമർ ചെയ്തതുപോലെ ഇന്ന് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു നടന്റെയെങ്കിലും പേര് നിങ്ങൾക്ക് പറയാമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ജഗതി ചേട്ടൻ ചെയ്തതുപോലെ ഇവിടെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു നടനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇപ്പോഴുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട് തമാശകൾ ചെയ്യുന്ന, മുൻനിരയിൽ നമ്മൾ നിൽക്കുന്ന. ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ വലിയതൊന്നും പറയാൻ പറ്റത്തില്ല. അജു വർഗീസ് ആണെങ്കിലും സുരാജ് ചേട്ടനാണെങ്കിലും ഒക്കെ. പക്ഷേ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ബീറ്റ് ചെയ്യാനോ അദ്ദേഹത്തിന്റെ 7 അയലത്ത് എത്തുവോ? സ്പോട്ടിൽ നിന്ന് അടിക്കുന്ന കോമഡികൾ അത് ഇന്ന് പലർക്കും ചെയ്യാൻ പറ്റില്ല. പലരും ഇന്ന് കോമഡി ചെയ്യുമ്പോഴത്തേക്ക് അത് ക്രിയേറ്റഡ് ആയിട്ട് ചെയ്യുന്നതാണെന്ന് നമുക്ക് തോന്നും. അതായിരുന്നു ഒരു കലാകാരന്റെ ഒരു മേന്മ. സത്യം പറഞ്ഞാൽ ഇന്ന് സങ്കടമുണ്ട്. ജഗതി ചേട്ടനൊക്കെ ആ ഒരു അവസ്ഥയിൽ ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക്. വേണമായിരുന്നു അദ്ദേഹമൊക്കെ ഇന്ന് പലതും വന്ന് ഇന്ന് പല ആളുകളുടെയും മുഖം മൂടി വലിച്ച് കീറിയേനെ ഇവിടെ. അദ്ദേഹത്തിന് നിന്ന് മര്യാദക്ക് എണീറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ. ഇതൊക്കെ പണ്ട് നമ്മൾ കുറെ പേര്, നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ. തിലകൻ ചേട്ടന്റെ ആണെങ്കിലും ഇന്നലെയൊക്കെ ആയിട്ട് ഞാൻ ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്കിതൊന്ന് പറഞ്ഞു പോണോന്ന് വിചാരിച്ചു. ഈ നമ്മുടെ ഈ കാസ്റ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, മതം വെച്ച് കാസ്റ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇതൊന്ന് ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയണമെന്ന് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.